ഹലോ ഗൈസ്, അപ്പം നമുക്ക് നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ല കിടുക്കാച്ചി പഴുത്ത മാങ്ങേനെ തൊലി കളഞ്ഞെടുത്തിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് വേവിക്കാൻ മുന്നേ അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടിച്ച് അതിനെ വേവിച്ചെടുക്കാൻ പോകണം കേട്ടോ. ചെറിയൊരു സിമ്മിലിട്ടാൽ മതിട്ടോ, ഒരുപാട് തീയൊന്നും വേണ്ട, ഒരുപാട് ഇതൊന്നും വേണ്ട. നമുക്ക് അതിന് കുറച്ച് ഒരു അര സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൂട്ടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ, അത് തന്നെ നമ്മുടെ കേരള സ്റ്റൈൽ കിടുക്കാച്ചി മാമ്പഴ പുളിശ്ശേരി. ഇപ്പോൾ എല്ലാവർക്കും ഓഫീസിലൊക്കെ പോകാൻ ഭയങ്കര ടപ്പടപ്പെന്ന കാര്യങ്ങളൊക്കെ, അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മാമ്പഴ പുളിശ്ശേരി ആയിട്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്ക്. ഇതിനുവേണ്ടി നമുക്ക് അരപ്പ് കൂട്ടണം. അപ്പോൾ സാധാരണ നമ്മൾ അരപ്പ് കൂട്ടുന്ന പോലെ തന്നെ നമ്മൾ മിക്സി എടുക്കുക, തേങ്ങ, ചെറുജീരകം, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ചങ്ങോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഈ തിളച്ച് വരുന്നുണ്ട്, നമ്മുടെ മാങ്ങ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, അതേ കാണുമ്പോൾ അറിയാലോ. എന്നിട്ട് നമ്മുടെ ഈ നമ്മുടെ ഗ്രേവി, നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി കൂട്ടാം. ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ അരപ്പ് സാധാരണ അരപ്പ് കൂട്ടില്ല അത് തന്നെ. അപ്പോൾ അങ്ങനെ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നല്ലതായിട്ട് ഇളക്കുക. നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ഒന്ന് തിള വരുമ്പോഴേക്കും എന്ത് ചെയ്യുക, ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്തിട്ട് നല്ല കട്ട തൈര് അങ്ങോട്ട് വെച്ചെടുക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഏകദേശം 3/4 ഭാഗം തീർന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു അലങ്കാര പണിയാണ് നമ്മുടെ താളിച്ചൊഴിക്കൽ അല്ലേ, കടുക് പൊട്ടിക്കൽ. കടുകുറ, ഒപ്പം തന്നെ ഉലുവ ഒരു പിഞ്ചിടുക, വറ്റൽമുളകും പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് വേപ്പിലയൊക്കെ ആവശ്യത്തിന് ഇട്ട് നമുക്കൊന്ന് എടുക്കാം കേട്ടോ. വേണമെങ്കിൽ വെളുത്തുള്ളി കൂടി ഇത്തിരി ഇടാം. അപ്പോൾ ഞാനൊരു ഇത്തിരി വെളുത്തുള്ളി കൂടി തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ച് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പം തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കളയാം. തൈര് അങ്ങനെ തിളക്കാനൊന്നും പാടില്ല. അപ്പം എനിക്കിഷ്ടമല്ല അത്. അപ്പം നിങ്ങൾക്ക് കട്ട തൈരാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ അധികം വെള്ളം അങ്ങോട്ട് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി നമ്മുടെ താളിച്ചൊഴിച്ചതും കൂടിയിട്ട് ഒന്ന് ഇളക്കി കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേരള സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരി ഏകദേശം ഒരു 10 മിനിറ്റ് മതി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ രാവിലെ ധൃതി പിടിച്ച് ഓഫീസിൽ പോണവർക്കാണെങ്കിലും എല്ലാം ജോലി തിരക്കാം നമുക്കൊക്കെ. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അല്ലെങ്കിൽ വൈകിട്ട് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. പെട്ടെന്ന് നമുക്ക് പിറ്റേ ദിവസമൊക്കെ എടുക്കാൻ സുഖമായിട്ട് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സൂപ്പൊക്കെ എടുക്കാച്ച റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനൊപ്പം ചോറിൻ്റെ കൂടെ ഒരു പപ്പടം അച്ചാറൊക്കെ ഉണ്ടെങ്കിലേ വേറെ ഒന്നും വേണ്ട, വായിൽ വെള്ളം, അത്ര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പൊതുവേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കൊന്നും കേരളത്തിലല്ലേ, നമ്മളെല്ലാവർക്കും തനതായ ഇങ്ങനെയുള്ള ഭക്ഷണ രീതികൾ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ സമയമില്ല, മാമ്പഴ പുളിശ്ശേരി നോക്കുമ്പോൾ പേടിക്കേണ്ട യാതൊരു വിധ കാര്യമില്ല. പുതുതായിട്ടൊക്കെ വർക്കിംഗ് വുമൺസും അതുപോലെ തന്നെ മാറി ഹോസ്റ്റലിൽ കഴിയുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് കല്യാണം കഴിഞ്ഞ് മാറി താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും മാമ്പഴ പുളിശ്ശേരി എങ്ങനെ വെക്കാമെന്ന് ചിന്തിച്ച് തല ഇതാക്കണം യാതൊരു വിധ പാടുമില്ല കേട്ടോ. ഇത്രയും എളുപ്പത്തിൽ ചെയ്തൊന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ അത്രയുള്ള ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ്.